2007 വിഷു റിലീസായി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഛോട്ടാ മുംബൈ. ആ ചിത്രത്തിലെ മോഹൻലാലിന്റെ ഫ്ലെക്സിബിലിറ്റിയെ പറ്റി ചോദ്യങ്ങൾ ഇല്ലെങ്കിലും ഒരു തടിച്ചുരുണ്ട ഒരാളുടെ ശരീരപ്രകൃതം തന്നെയായിരുന്നു മോഹൻലാലിന് ആ ഒരു ചിത്രത്തിൽ. പക്ഷേ അതും കഴിഞ്ഞൊരു 3 മാസത്തിന് ശേഷം പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രത്തിൽ ഒരു അൺബിലീവബിൾ ട്രാൻസ്ഫോർമേഷനാണ് പുള്ളി നടത്തിയത്. കഴിഞ്ഞ 25 വർഷങ്ങളിലെ മോഹൻലാലിന്റെ ഏറ്റവും ബെസ്റ്റ് ഫിസിക്കും സ്റ്റൈലിഷ് ലുക്കും കണ്ടൊരു ചിത്രം കൂടിയായിരുന്നു ഇത്. അപ്പോൾ പുള്ളി എങ്ങനെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി, എന്നാൽ പിന്നീട് അങ്ങനെ ഒന്ന് അദ്ദേഹത്തിന്റെ കരിയറിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നത് ഇപ്പോഴും എനിക്ക് വ്യക്തമായിട്ടില്ല. ഇനി ആ സിനിമയിലേക്ക് വന്നാൽ, ഒരു കാലത്ത് കോമഡി ചിത്രങ്ങൾ എഴുതുന്നതിൽ ടോപ്പ് ആയിരുന്ന റാഫി മെക്കാർട്ടിൻ ടീമും കോമഡി പടങ്ങൾ ഒറ്റയ്ക്ക് ഷോൾഡർ ചെയ്യാൻ കഴിയുന്ന മോഹൻലാലും ഒരുമിച്ചപ്പോൾ കിട്ടിയ ഒരു കിടിലൻ എന്റർടൈനർ ആയിരുന്നു ഹലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ റാഫി മെക്കാർട്ടിനുമൊത്തുള്ള മോഹൻലാലിന്റെ ആദ്യ ചിത്രം. മോഹൻലാലിന് പുറമെ പുള്ളിയോടത്ത് ഏറ്റവും ക്രേസി കോമ്പിനേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ജഗതി, അക്കാലത്ത് വളർന്നു വരുന്ന അടുത്ത ജഗതി എന്നറിയപ്പെട്ടിരുന്ന സുരാജ്, സലീം കുമാർ, ഇവരൊക്കെയും കൃത്യമായി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഹിറ്റ് അടിച്ച ഒരു കോമഡി ചിത്രം. ഇതേപോലെ അക്കാലത്ത് കത്തി നിന്നിരുന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു അലക്സ് പോൾ. പുള്ളിയുടെ വക 3-4 സൂപ്പർ ഹിറ്റ് പാട്ടുകളും ഈ പടത്തിലുണ്ടായിരുന്നു. ആദ്യം നായകനെതിരെയും പിന്നീട് നായകനൊപ്പവും നിൽക്കുന്ന പഴയ ഗുണ്ടകൾ, ആരും പേടിക്കേണ്ട എല്ലാവരും ഓടിക്കോ എന്നുള്ള സലീം കുമാറിന്റെ ഡയലോഗ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രൊട്ടക്ഷൻ തരാമെന്ന സുരാജിന്റെ ഡയലോഗ്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇതൊന്നും കേട്ടിട്ട് എനിക്കൊട്ടും പേടി തോന്നുന്നില്ല എന്ന മോഹൻലാലിന്റെ ഡയലോഗ്, അങ്ങനെ ആ പടത്തിലെ പല ഡയലോഗുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഛോട്ടാ മുംബൈ പോലെ ഒരു കംപ്ലീറ്റ് സെലിബ്രേഷൻ മൂഡിൽ നിൽക്കുന്ന പടം അല്ലെങ്കിലും അത്ര തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പടമാണ് ഇതും എന്നാണ് എന്റെ അഭിപ്രായം.